തമ്പാനൂരിൽ യുവതിയും മധ്യവയസ്കനും ലോഡ്ജിൽ മരിച്ച നിലയിൽ പേയാട് സ്വദേശികളായ കുമാരനും ആശയുമാണ് മരിച്ചത്. യുവതിയെ കൊലപ്പെടുത്തി ഇയാൾ ജീവനൊടുക്കിയതെന്നാണ് സംശയം. ഇൻക്വസ്റ്റിന് ശേഷം മാത്രമേ നിഗമനത്തിലെത്താൻ കഴിയൂവെന്ന് ഡിസിപി കാർത്തിക് പ്രതികരിച്ചു. ലോഡ്ജിൽ 204 റൂം നമ്പർ താമസിച്ചിരുന്ന ആള് ഓപ്പൺ ചെയ്യുന്നില്ല പറഞ്ഞിട്ട് ഒരു വിവരം കിട്ടിയിട്ട് പോലീസ് പാർട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് പാർട്ടി ഇവിടെ എത്തിയിട്ട് ഡോർ ഓപ്പൺ ചെയ്ത സമയം 2 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. അന്വേഷിച്ചിട്ട് മനസ്സിലായത് ഒരു 51 വയസ്സുള്ള ഒരു കുമാരനും ഒരു 42 വയസ്സുള്ള ഒരു ആശ, 2 പേര് പേയാട് സ്വദേശികളാണ്. ഈ 2 പേർ മൃതദേഹങ്ങളാണ് റൂമിൽ കണ്ടെത്തിയത്. ഇപ്പോൾ നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ തമ്പാനൂർ ഇൻസ്പെക്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുള്ളത് ഇതൊരു ഡബിൾ സൂസൈഡ് കേസാണോ ഓരോ ഹോമിസൈഡ് സൂസൈഡ് കേസാണോ എന്ന്. റോഷിപാൽ ചേരുന്നു സംഭവ സ്ഥലത്തു നിന്ന്. റോഷിപാൽ, ദുരൂഹതയുണ്ടല്ലോ, എന്താണ് അവിടെ നടന്നതെന്നാണ് പോലീസ് എത്തിയിരിക്കുന്ന പ്രാഥമിക നിഗമനം? ഇവർ എവിടെയാണ് താമസിച്ചിരുന്നത്? എപ്പോഴാണ് മുറിയെടുത്തത്? സുജയ, തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടരികിൽ തന്നെയാണ് ഈ കൊടിയിൽ ടൂറിസ്റ്റ് ഹോം. അവിടെ 2 ദിവസം മുമ്പാണ് ഈ കുമാരൻ മുറിയെടുത്തത്. അതിനുശേഷം ഇന്നലെയോടെ ആശ ഇവിടെ എത്തി. ഇന്ന് രാവിലെ പതിവ് പോലെ മുറി തുറക്കാത്ത സാഹചര്യത്തിലാണ് ജീവനക്കാർ സംശയത്തെ തുടർന്ന് പോലീസിനെ വിളിക്കുന്നതും പോലീസ് എത്തി മുറി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. ആശ തറയിൽ കമിഴ്ന്നു കിടക്കുന്നതും രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു, തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കുമാരനെ കണ്ടെത്തുന്നത്. തുടർന്നാണ് പോലീസിൻ്റെ സയൻറ്റിഫിക് വിഭാഗം, ഫോറൻസിക് വിഭാഗം അടക്കം പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ ഏതാണ്ട് ഉച്ചയോടെ പൂർത്തിയാകും. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും. കുമാരൻ്റെയും ഒപ്പം ആശയുടെയും ബന്ധുക്കളെ പോലീസ് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇന്നലെ മുതൽ ആശയെ കാണാനില്ലെന്ന് പരാതി പോലീസിൽ ആശയുടെ ഭർത്താവ് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രിയോടെ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയതാണ്. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ഇങ്ങനെ ദാരുണമായ വിവരം പുറത്തറിയുന്നത്. ഏതായാലും സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്നുള്ള പരിശോധന അടക്കം നടക്കുന്നു. പോലീസ് തമ്പാനൂർ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. നിലവിൽ പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇൻക്വസ്റ്റ് നടത്തി അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമാണ് നിഗമനത്തിൽ എത്താൻ കഴിയുള്ളൂ എന്നാണ്. പക്ഷേ ഇപ്പോൾ മുറിയിൽ നിന്ന് അല്പം മുമ്പ് ഇൻക്വസ്റ്റിനിടയിൽ 2 കത്തി കണ്ടെത്തിയതായുള്ള വിവരങ്ങളുണ്ട്. ഏതായാലും പോലീസിൻ്റെ പരിശോധന ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഫോറൻസിക് വിഭാഗം അടക്കമാണ് പരിശോധന നടത്തുന്നത്. അത് കഴിഞ്ഞാൽ 12-ഓടെ തന്നെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും. സുജയ. റോഷിപാൽ, ഇപ്പോൾ അവിടെ ആ ലോഡ്ജിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെയുള്ള ആളുകളോട് വിവരങ്ങൾ കൂടി തേടാവുന്നതാണ്. ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നുണ്ടാകും. അതോടൊപ്പം തന്നെ ഇവിടേക്ക് എത്തി ഇവർ മുറിയെടുത്തതിന് ശേഷം അവസാനമായി ഇവരെ കണ്ടതാരാണ്, സംസാരിച്ചതാരാണ്, അങ്ങനെയുള്ള വിവരങ്ങൾ കൂടി തേടാം. റോഷിപാൽ. സുജയ്, ഇപ്പോൾ ഈ ലോഡ്ജിൻ്റെ റിസപ്ഷനിൽ പോലീസ് അവിടെ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുകയാണ്. അങ്ങോട്ടേക്ക് തൽക്കാലത്തേക്ക് പ്രവേശനമില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതികരണം തേടുക എളുപ്പമല്ല. അല്പസമയത്തിനകം തന്നെ പ്രതികരണം ലഭ്യമാക്കാം. ഏതായാലും ലോഡ്ജിലെ ജീവനക്കാർ തന്നെയാണ് അവസാനമായി കാണുന്നതും. ജീവനക്കാർ സംസാരിക്കുന്നതാണ്. ജീവനക്കാർക്ക് അവർക്ക് നേരത്തെ പരിചയമുള്ള വ്യക്തിയാണ് കുമാരൻ. ഇന്നലെ വൈകിട്ടോടെ ഇന്നലെയാണ് ഈ ആശ എന്ന സ്ത്രീ അവിടേക്ക് എത്തുന്നത്. അതിനുശേഷമാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന രീതിയിൽ വിവരങ്ങൾ പോലീസിന് കൈമാറിയതും. ഇതുമായി ബന്ധപ്പെട്ട വളരെ വിശദമായി പ്രതികരണം നമുക്ക് ആവശ്യമാണ്. ബന്ധുക്കൾ ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ തേടുക. റോഷിപാൽ, അതോടൊപ്പം അവിടെ പരിശോധനകൾ നടക്കുകയാണ്. പോലീസിന്റെ പരിശോധനയടക്കം പുരോഗമിക്കുകയാണ്. എന്താണ് അവിടെ നടന്നത്? അതൊരു കൊലപാതകമാണോ? കൊലപാതകത്തിന് ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നോ കുമാരൻ എന്നതും അറിയേണ്ടിയിരിക്കുന്നു. റോഷിപാൽ സംഭവ സ്ഥലത്തു നിന്നുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് തുടർന്നെത്തിക്കും.